ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു വിഭവമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ. ഇത് കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചരി ഊറ്റിയെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ വെള്ളം അധികമായി പോവും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ പച്ചരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ചെറിയൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു പച്ചരിയുടെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളം അധികമായി പോവേണ്ട. നമ്മളിതിലേക്ക് വേറെ പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അരിപ്പൊടി, റവ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ എക്സ്ട്രാ പൊടികളൊക്കെ ഇതിൽ ചേർത്താൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് ഇതിന് കിട്ടൂല കേട്ടോ. വെറും പച്ചരി ആണെങ്കിലാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക. പിന്നെ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉഴുന്നുവടയുടെ പോലെ നടുവിലൊരു ഹോളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി പരിപ്പുവടയുടെ പോലെ ഒന്ന് പരത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ നല്ല പോലെ തിന്നായിട്ട് പരത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫുള്ളായിട്ട് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും റെഡിയാക്കിയിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ. ചൂടില്ലാത്ത എണ്ണയിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇതാകെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഉൾഭാഗമൊക്കെ വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവുക ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.